ബാക്ക് ടു അവർ ചാനൽ ഹനാസ് PSC കോർണർ. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, കേരള ഭൂമിശാസ്ത്രം. ഈ സീരീസിൽ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേസിക് മുതൽ ടഫ് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ മീശപ്പുലിമല, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി അഗസ്ത്യമല, ഓപ്ഷൻ ഡി ചൊക്രമുടി. ആനമുടി. ആനമുടിയുടെ ഉയരം എത്ര? ഓപ്ഷൻ എ 2524 മീറ്റർ, ഓപ്ഷൻ ബി 2695 മീറ്റർ, ഓപ്ഷൻ സി 2694 മീറ്റർ, ഓപ്ഷൻ ഡി 2641 മീറ്റർ. മീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ചാലിയാർ, ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. കബനി, ഭവാനി, പാമ്പാർ. താഴെ പറയുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ കല്ലടയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി ചാലക്കുടിപ്പുഴ. ഭവാനി. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു ഏതൊക്കെയാണ് ആ 3 നദിയെന്ന്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ, ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ഡി കായംകുളം കായൽ. വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ എ വേമ്പനാട്, ഓപ്ഷൻ ബി അഷ്ടമുടി, ഓപ്ഷൻ സി ശാസ്താംകോട്ട, ഓപ്ഷൻ ഡി പൂക്കോട്. ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ പൂക്കോട്, ഓപ്ഷൻ ബി ശാസ്താംകോട്ട, ഓപ്ഷൻ സി വേമ്പനാട്, ഓപ്ഷൻ ഡി അഷ്ടമുടി. ശാസ്താംകോട്ട. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ പ്രധാനമായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി ഏത്? ഓപ്ഷൻ എ തീരസമതലം, ഓപ്ഷൻ ബി പശ്ചിമഘട്ടം, ഓപ്ഷൻ സി പാലക്കാട് സമതലം, ഓപ്ഷൻ ഡി കുട്ടനാട്. പശ്ചിമഘട്ടം. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും എത്ര മേഖലകളായി തിരിക്കാം? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. മലനാട്, ഇടനാട്, തീരപ്രദേശം. താഴെ പറയുന്നതിൽ കേരളത്തിന്റെ 3 ഭൗമമേഖലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ മലനാട്, ഓപ്ഷൻ ബി ഇടനാട്, ഓപ്ഷൻ സി തീരപ്രദേശം, ഓപ്ഷൻ ഡി മരുഭൂമി. മരുഭൂമി. കേരളത്തിലെ മലനാട് പ്രധാനമായും ഏത് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി കിഴക്കൻ തീരസമതലം, ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ഡി വടക്കൻ സമതലം. പശ്ചിമഘട്ടം.
കേരളത്തിലെ ഏറ്റവും വലിയ നദീതടം ഏത് നദിയുടേതാണ്? ഓപ്ഷൻ എ പമ്പ, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി ചാലിയാർ. പെരിയാർ. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരേത്? ഓപ്ഷൻ എ നിള, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി പയസ്വിനി, ഓപ്ഷൻ ഡി കല്ലട. നിള. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ചാലിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി പമ്പ, ഓപ്ഷൻ ഡി ചാലക്കുടിപ്പുഴ. ഭാരതപ്പുഴ. നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം പെരിയാറിനും രണ്ടാം സ്ഥാനം ഭാരതപ്പുഴക്കും മൂന്നാം സ്ഥാനം പമ്പക്കുമാണ്. താഴെ പറയുന്നതിൽ പമ്പയുടെ പ്രധാന പ്രത്യേകത ഏത്? ഓപ്ഷൻ എ കിഴക്കോട്ടൊഴുകുന്നു, ഓപ്ഷൻ ബി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, ഓപ്ഷൻ സി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഓപ്ഷൻ ഡി അറബിക്കടലിൽ നേരിട്ട് പതിക്കുന്നില്ല. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചാലക്കുടി പുഴയുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് ഏത്? ഓപ്ഷൻ എ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, ഓപ്ഷൻ ബി അതിരപ്പള്ളി വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട നദി, ഓപ്ഷൻ സി കിഴക്കോട്ടൊഴുകുന്ന നദി, ഓപ്ഷൻ ഡി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അതിരപ്പള്ളി വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട നദി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായി സാധാരണയായി അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ മീൻമുട്ടി, ഓപ്ഷൻ ബി അതിരപ്പള്ളി, ഓപ്ഷൻ സി തുഷാരഗിരി, ഓപ്ഷൻ ഡി പാലരുവി. അതിരപ്പള്ളി. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി പാലക്കാട്. കൊല്ലം. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് പ്രദേശത്താണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി പത്തനംതിട്ട. വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ആലപ്പുഴ. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. അഞ്ച്. വയനാട്, പാലക്കാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 5 ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത്. താഴെ പറയുന്നതിൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി കാസർഗോഡ്. കാസർഗോഡ്. ആ കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ കാണാതെ പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എളുപ്പമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. താഴെ പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കൊല്ലം.
പാലക്കാട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഓരോ ക്വസ്റ്റ്യനും അടുത്ത ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കോഴിക്കോട്. കാസർഗോഡ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഇതൊന്നും ആരും തെറ്റിക്കരുത്, നാണക്കേടാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി ആലപ്പുഴ. തിരുവനന്തപുരം. എനിക്ക് തോന്നുന്നത് തെക്കും വടക്കും അറിയാത്തവർ മാത്രമേ ഈ ചോദ്യം തെറ്റിക്കുകയുള്ളൂ എന്നാണ്. കേരളത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ആലപ്പുഴ. തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരവും വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡുമാണ്. അതുപോലെ തന്നെ കിഴക്കേ അറ്റത്തെ ജില്ല ഇടുക്കിയും പടിഞ്ഞാറേ അറ്റത്തെ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിന്റെ ആകെ വിസ്തീർണം ഏകദേശം എത്രയാണ്? ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ബി 39,863 ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ സി 37,863 ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ഡി 40,863 ചതുരശ്ര കിലോമീറ്റർ. ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ പടിഞ്ഞാറ് ഏത് ജലാശയമാണ്? ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ ബി അറബിക്കടൽ, ഓപ്ഷൻ സി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ഡി ലക്ഷദ്വീപ് കടൽ. അറബിക്കടൽ. കേരളത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള ജലാശയം പശ്ചിമഘട്ടവും കേരളത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള ജലാശയം അറബിക്കടലുമാണ്. കേരളത്തിന്റെ കിഴക്ക് പ്രധാനമായും ഏത് സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കർണാടകയും തമിഴ്നാടും, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശും തമിഴ്നാടും, ഓപ്ഷൻ സി കർണാടകയും ഗോവയും, ഓപ്ഷൻ ഡി തമിഴ്നാടും ആന്ധ്രാപ്രദേശും. കർണാടകയും തമിഴ്നാടും. കേരളത്തിന്റെ വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. കർണാടക. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? ഓപ്ഷൻ എ അഷ്ടമുടി, ഓപ്ഷൻ ബി ശാസ്താംകോട്ട, ഓപ്ഷൻ സി വേമ്പനാട്, ഓപ്ഷൻ ഡി പൂക്കോട്. വേമ്പനാട്. അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി കോട്ടയം. കൊല്ലം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കണ്ണൂർ. വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി കോട്ടയം.
കൊല്ലം. കൊല്ലംകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. കുട്ടനാട് പ്രധാനമായും ഏത് പ്രത്യേകതക്ക് പ്രസിദ്ധമാണ്? ഓപ്ഷൻ എ ഉയർന്ന പ്രദേശത്തെ കാപ്പിക്കൃഷി, ഓപ്ഷൻ ബി സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷി, ഓപ്ഷൻ സി ചായത്തോട്ടങ്ങൾ, ഓപ്ഷൻ ഡി കൽക്കരി ഖനനം. സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷി. കുട്ടനാട് പ്രധാനമായും ഏത് ജില്ലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, ഓപ്ഷൻ ബി കൊല്ലം, ഇടുക്കി, കോട്ടയം, ഓപ്ഷൻ സി ആലപ്പുഴ, എറണാകുളം, തൃശൂർ, ഓപ്ഷൻ ഡി പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട. കേരളത്തിന്റെ തീരപ്രദേശത്തെ പ്രധാനമായും സ്വാധീനിക്കുന്ന കടൽ ഏത്? ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ ബി അറബിക്കടൽ, ഓപ്ഷൻ സി ചെങ്കടൽ, ഓപ്ഷൻ ഡി ആൻഡമാൻ കടൽ. അറബിക്കടൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരം ഏത് ജില്ലക്കാണ്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആലപ്പുഴ. ആലപ്പുഴക്കാരൊക്കെ ഒന്ന് കമന്റ് ഇടണേ. എത്ര പേർ ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാനാണ്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി എത്തുന്നത് ഏത് മാസത്തിലാണ്? ഓപ്ഷൻ എ ഏപ്രിൽ, ഓപ്ഷൻ ബി മെയ്, ഓപ്ഷൻ സി ജൂൺ, ഓപ്ഷൻ ഡി ആഗസ്റ്റ്. ജൂൺ. കേരളത്തിലെ ഏറ്റവും വലിയ മലനിര ഏത്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി കിഴക്കൻ ഘട്ടം, ഓപ്ഷൻ സി നീലഗിരി, ഓപ്ഷൻ ഡി ആരവല്ലി. പശ്ചിമഘട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉൾക്കൊള്ളുന്ന ഭൂപ്രകൃതി മേഖല ഏത്? ഓപ്ഷൻ എ തീരപ്രദേശം, ഓപ്ഷൻ ബി ഇടനാട്, ഓപ്ഷൻ സി മലനാട്, ഓപ്ഷൻ ഡി കുട്ടനാട്. മലനാട്. കേരളത്തിലെ ചുവന്ന മണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ തെക്കൻ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ, ഓപ്ഷൻ ബി മുഴുവൻ തീരപ്രദേശം, ഓപ്ഷൻ സി കുട്ടനാട് മാത്രം, ഓപ്ഷൻ ഡി വയനാട് മാത്രം. തെക്കൻ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ. കേരളത്തിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഒന്നേത്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്, ഓപ്ഷൻ ബി കറുത്ത മണ്ണ്, ഓപ്ഷൻ സി മരുഭൂമി മണ്ണ്, ഓപ്ഷൻ ഡി ചുവന്ന മരുഭൂമി മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ഏത്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ്, ഓപ്ഷൻ ബി തീരദേശ എക്കൽ മണ്ണ്, ഓപ്ഷൻ സി കറുത്ത മണ്ണ്, ഓപ്ഷൻ ഡി മരുഭൂമി മണ്ണ്. തീരദേശ എക്കൽ മണ്ണ്. കേരളത്തിലെ കുന്നിൻ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ എ വനമണ്ണ്, ഓപ്ഷൻ ബി മരുഭൂമി മണ്ണ്, ഓപ്ഷൻ സി കറുത്ത പരുത്തി മണ്ണ്, ഓപ്ഷൻ ഡി ക്ഷാരമണ്ണ്. വനമണ്ണ്. കേരളത്തിലെ പ്രധാന കാലാവസ്ഥ ഏത്? ഓപ്ഷൻ എ ഉഷ്ണമരുഭൂമി, ഓപ്ഷൻ ബി ഉഷ്ണമേഖല മൺസൂൺ, ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ, ഓപ്ഷൻ ഡി ടുണ്ട്ര. ഉഷ്ണമേഖല മൺസൂൺ.
കേരളത്തിൽ പ്രധാന മഴക്കാലം ആരംഭിക്കുന്നത് സാധാരണയായി ഏത് മൺസൂണോടെയാണ്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ, ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഓപ്ഷൻ ഡി തെക്ക് കിഴക്കൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്ന മഴ ഏത് മൺസൂണുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ, ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ, ഓപ്ഷൻ സി തെക്ക് കിഴക്കൻ, ഓപ്ഷൻ ഡി വടക്ക് പടിഞ്ഞാറൻ. വടക്ക് കിഴക്കൻ. ഓർത്തു വെക്കുക, കാലവർഷം തെക്ക് പടിഞ്ഞാറനും തുലാവർഷം വടക്ക് കിഴക്കനുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ പശ്ചിമഘട്ടത്തിന്റെ കാറ്റിനെ അഭിമുഖീകരിക്കുന്ന ചെരിവുകൾ, ഓപ്ഷൻ ബി കിഴക്കൻ സമതലങ്ങൾ, ഓപ്ഷൻ സി തീരപ്രദേശം മാത്രം, ഓപ്ഷൻ ഡി പാലക്കാട് മാത്രം. പശ്ചിമഘട്ടത്തിലെ കാറ്റിനെ അഭിമുഖീകരിക്കുന്ന ചെരിവുകൾ. കേരളത്തിലെ മഴനിഴൽ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രധാന ജില്ല ഏത്? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കൊല്ലം. പാലക്കാട്. പാലക്കാട് ചുരം ഏത് രണ്ട് ഭൂപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പ്രകൃതിദത്ത ചുരമാണ്? ഓപ്ഷൻ എ കേരളവും കർണാടകയും, ഓപ്ഷൻ ബി കേരളവും തമിഴ്നാടും, ഓപ്ഷൻ സി കേരളവും ആന്ധ്രാപ്രദേശും, ഓപ്ഷൻ ഡി കേരളവും ഗോവയും. കേരളവും തമിഴ്നാടും. ഇനി കുറച്ച് കൂടുതൽ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ പാലക്കാടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാലക്കാട് ചുരം ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി കിഴക്കൻ ഘട്ടം, ഓപ്ഷൻ സി ആരവല്ലി, ഓപ്ഷൻ ഡി സത്പുര. പശ്ചിമഘട്ടം. കേരളത്തിലെ പ്രധാന വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിലേറെയും ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തീരപ്രദേശം, ഓപ്ഷൻ ബി മലനാട്, ഓപ്ഷൻ സി കുട്ടനാട്, ഓപ്ഷൻ ഡി ഇടനാട് മാത്രം. മലനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിലൊന്നായ ഇടുക്കി പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പമ്പ, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി ചാലിയാർ. പെരിയാർ. ഇടുക്കി അണക്കെട്ട് ഏത് തരത്തിലുള്ള അണക്കെട്ടിന് പ്രശസ്തമാണ്? ഓപ്ഷൻ എ ആർച്ച് ഡാം, ഓപ്ഷൻ ബി മണ്ണ് അണക്കെട്ട്, ഓപ്ഷൻ സി ഗ്രാവിറ്റി ഡാം മാത്രം, ഓപ്ഷൻ ഡി ബാരേജ്. ആർച്ച് ഡാം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പള്ളിവാസൽ, ഓപ്ഷൻ സി ശബരിഗിരി, ഓപ്ഷൻ ഡി കുറ്റ്യാടി. പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കൊല്ലം. ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ പമ്പ, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി ചാലിയാർ. പെരിയാർ.
മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ കേരള കർണാടക അതിർത്തിയിലാണ്. ഓപ്ഷൻ ബി കേരളത്തിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി ഇത് കടലിൽ നിർമ്മിച്ചതാണ്. ഓപ്ഷൻ ഡി ഇത് പമ്പ നദിയിലാണ്. കേരളത്തിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നെല്ലിയാമ്പതി മലനിരകൾ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. പാലക്കാട്. അഗസ്ത്യമല ഏത് ജില്ലയുമായിട്ടാണ് പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കോഴിക്കോട്. തിരുവനന്തപുരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ പ്രധാന പർവ്വത പ്രദേശം ഏത്? ഓപ്ഷൻ എ അഗസ്ത്യമല, ഓപ്ഷൻ ബി നെല്ലിയാമ്പതി, ഓപ്ഷൻ സി ബ്രഹ്മഗിരി, ഓപ്ഷൻ ഡി ചൊക്രാമുടി. അഗസ്ത്യമല. ബ്രഹ്മഗിരി മലനിരകൾ പ്രധാനമായും ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി എറണാകുളം. വയനാട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചായകൃഷി പ്രദേശങ്ങളിലൊന്ന് ഏത്? ഓപ്ഷൻ എ മൂന്നാർ, ഓപ്ഷൻ ബി കുട്ടനാട്, ഓപ്ഷൻ സി കൊടുങ്ങല്ലൂർ, ഓപ്ഷൻ ഡി ചേർത്തല. മൂന്നാർ. മൂന്നാർ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി പത്തനംതിട്ട. ഇടുക്കി. വയനാട് പ്രധാനമായും ഏത് വിളകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കാപ്പി, കുരുമുളക്, ഓപ്ഷൻ ബി കരിമ്പ് മാത്രം, ഓപ്ഷൻ സി പരുത്തി മാത്രം, ഓപ്ഷൻ ഡി ഗോതമ്പ് മാത്രം. കാപ്പി, കുരുമുളക്. കേരളത്തിലെ പ്രധാന സുഗന്ധവ്യഞ്ജന വിളകളിൽ ഒന്നല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കുരുമുളക്, ഓപ്ഷൻ ബി ഏലം, ഓപ്ഷൻ സി ഗ്രാമ്പു, ഓപ്ഷൻ ഡി കാപ്പി. കാപ്പി. ഏലം കുന്നുകൾ പ്രധാനമായും ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി കണ്ണൂർ. ഇടുക്കി. കേരളത്തിലെ പ്രധാന നെൽകൃഷി പ്രദേശമായ കുട്ടനാട് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി പാലക്കാട്. ആലപ്പുഴ. പാലക്കാട് പ്രധാനമായും ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി ആപ്പിൾ, ഓപ്ഷൻ സി കുങ്കുമപ്പൂവ്, ഓപ്ഷൻ ഡി ഗോതമ്പ്. നെല്ല്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കുട്ടനാട്, ഓപ്ഷൻ സി മൂന്നാർ, ഓപ്ഷൻ ഡി നെല്ലിയാമ്പതി. കുട്ടനാട്.
കുട്ടനാടാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ കായൽ സമ്പത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ മുഴുവൻ ഉപ്പുവെള്ളം മാത്രം. ഓപ്ഷൻ ബി കായലുകളും കനാലുകളും തമ്മിലുള്ള ബന്ധിത ജലശൃംഖല. ഓപ്ഷൻ സി ഹിമാനികൾ. ഓപ്ഷൻ ഡി മരുഭൂമി തടാകങ്ങൾ. കായലുകളും കനാലുകളും തമ്മിലുള്ള ബന്ധിത ജലശൃംഖല. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവുമായി ബന്ധപ്പെട്ട നഗരം ഏത്? ഓപ്ഷൻ എ കൊച്ചി. ഓപ്ഷൻ ബി ആലപ്പുഴ. ഓപ്ഷൻ സി കൊല്ലം. ഓപ്ഷൻ ഡി പൊന്നാനി. കൊച്ചി. കൊച്ചി തുറമുഖം ഏത് ജലാശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വേമ്പനാട് കായൽ. ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ. ഓപ്ഷൻ സി ശാസ്താംകോട്ട. ഓപ്ഷൻ ഡി പൂക്കോട്. വേമ്പനാട് കായൽ. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കൊല്ലം. ഓപ്ഷൻ ബി ആലപ്പുഴ. ഓപ്ഷൻ സി കോഴിക്കോട്. ഓപ്ഷൻ ഡി കണ്ണൂർ. കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ ഏത് കടലിലാണ് പതിക്കുന്നത്? ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടൽ. ഓപ്ഷൻ ബി അറബിക്കടൽ. ഓപ്ഷൻ സി ചെങ്കടൽ. ഓപ്ഷൻ ഡി ഇന്ത്യൻ മഹാസമുദ്രം. അറബിക്കടൽ. താഴെ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ കൂട്ടം ഏത്? ഓപ്ഷൻ എ കബനി ഭവാനി പാമ്പാർ. ഓപ്ഷൻ സി പെരിയാർ പമ്പ ചാലിയാർ. ഓപ്ഷൻ സി ഭാരതപ്പുഴ പമ്പ കബനി. ഓപ്ഷൻ ഡി ചാലിയാർ കബനി പെരിയാർ. കബനി ഭവാനി പാമ്പാർ. കബനി ഏത് നദിയുടെ ഉപനദിയാണ്? ഓപ്ഷൻ എ കാവേരി. ഓപ്ഷൻ ബി കൃഷ്ണ. ഓപ്ഷൻ സി ഗോദാവരി. ഓപ്ഷൻ ഡി തുംഗഭദ്ര. കാവേരി. ഭവാനി ഏത് പ്രധാന നദീതടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കാവേരി. ഓപ്ഷൻ ബി ഗോദാവരി. ഓപ്ഷൻ സി കൃഷ്ണ. ഓപ്ഷൻ ഡി നർമ്മട. കാവേരി. പാമ്പാർ ഏത് പ്രധാന നദീതടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കാവേരി. ഓപ്ഷൻ ബി കൃഷ്ണ. ഓപ്ഷൻ സി ഗോദാവരി. ഓപ്ഷൻ ഡി താപ്തി. കാവേരി. കേരളത്തിലെ 44 നദികളിൽ എത്ര എണ്ണം അറബിക്കടലിലേക്ക് ഒഴുകുന്നു? ഓപ്ഷൻ എ 40. ഓപ്ഷൻ ബി 41. ഓപ്ഷൻ സി 42. ഓപ്ഷൻ ഡി 43. കേരളത്തിലെ നദികളുടെ പൊതുവായ പ്രത്യേകത ഏത്? ഓപ്ഷൻ എ ഭൂരിഭാഗവും വളരെ നീളമുള്ളവയാണ്. ഓപ്ഷൻ ബി ഭൂരിഭാഗവും ചെറുനീളമുള്ളവയും വേഗമേറിയ ഒഴുക്കുള്ളവയുമാണ്. ഓപ്ഷൻ സി എല്ലാം കിഴക്കോട്ടൊഴുകുന്നു. ഓപ്ഷൻ ഡി എല്ലാം ഹിമാനികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭൂരിഭാഗവും ചെറുനീളമുള്ളവയും വേഗമേറിയ ഒഴുക്കുള്ളവയുമാണ്. കേരളത്തിലെ നദികളിൽ ഡെൽറ്റ രൂപീകരണം താരതമ്യേന കുറവായതിന്റെ പ്രധാന കാരണം ഏത്? ഓപ്ഷൻ എ തീരപ്രദേശം ഇല്ലാത്തത്. ഓപ്ഷൻ ബി നദികളുടെ ശക്തമായ ഒഴുക്കും ചെറിയ നീളവും. ഓപ്ഷൻ സി മഞ്ഞുവീഴ്ച. ഓപ്ഷൻ ഡി മരുഭൂമി കാലാവസ്ഥ.
നദികളുടെ ശക്തമായ ഒഴുക്കും ചെറിയ നീളവും. കേരളത്തിലെ പ്രധാന വനതരം ഏത്? ഓപ്ഷൻ എ ഉഷ്ണമേഖലാ വനങ്ങൾ, ഓപ്ഷൻ ബി ടുണ്ട്ര വനങ്ങൾ, ഓപ്ഷൻ സി മരുഭൂമി സസ്യജാലം, ഓപ്ഷൻ ഡി മെഡിറ്ററേനിയൻ സസ്യജാലം. ഉഷ്ണമേഖലാ വനങ്ങൾ. ഷോലവനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് പ്രദേശത്താണ്? ഓപ്ഷൻ എ ഉയർന്ന മലപ്രദേശങ്ങളിൽ, ഓപ്ഷൻ ബി തീരപ്രദേശങ്ങളിൽ, ഓപ്ഷൻ സി കുട്ടനാട്ടിൽ, ഓപ്ഷൻ ഡി നഗരപ്രദേശങ്ങളിൽ. ഉയർന്ന മലപ്രദേശങ്ങളിൽ. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി കോഴിക്കോട്. പാലക്കാട്. പെരിയാർ ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ പ്രധാന പോഷക നദികളിലൊന്ന് ഏത്? ഓപ്ഷൻ എ മുല്ലയാർ, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി പമ്പ. മുല്ലയാർ. കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നായ ചിന്നാർ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി പത്തനംതിട്ട. ഇടുക്കി. കേരളത്തിലെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രധാന പ്രത്യേകത ഏത്? ഓപ്ഷൻ എ ഉയർന്ന പർവ്വതനിരകൾ, ഓപ്ഷൻ ബി കായലുകൾ, അഴിമുഖങ്ങൾ, തീരപ്രദേശങ്ങൾ, ഓപ്ഷൻ സി മരുഭൂമി, ഓപ്ഷൻ ഡി ഹിമാനികൾ, ഗ്ലേഷ്യേഴ്സ്. കായലുകൾ, അഴിമുഖങ്ങൾ, തീരപ്രദേശങ്ങൾ. കേരളത്തിലെ ഇടനാട് പ്രധാനമായും എങ്ങനെ കാണപ്പെടുന്നു? ഓപ്ഷൻ എ സമതല മരുഭൂമി, ഓപ്ഷൻ ബി കുന്നുകളും താഴ്വരകളും അടങ്ങിയ പ്രദേശം, ഓപ്ഷൻ സി മഞ്ഞുമലകൾ, ഓപ്ഷൻ ഡി കടൽത്തട്ടിൽ. കുന്നുകളും താഴ്വരകളും അടങ്ങിയ പ്രദേശം. കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രധാനമായും ഏത് പർവ്വതനിരയാൽ നിർവചിക്കപ്പെടുന്നു? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി ആരവല്ലി, ഓപ്ഷൻ സി സത്പുര, ഓപ്ഷൻ ഡി വിന്ധ്യ. പശ്ചിമഘട്ടം. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് സാധാരണ കാണുന്ന ക്രമം ഏത്? ഓപ്ഷൻ എ തീരപ്രദേശം ഇടനാട് മലനാട്, ഓപ്ഷൻ ബി മലനാട് ഇടനാട് തീരപ്രദേശം, ഓപ്ഷൻ സി ഇടനാട് മലനാട് തീരപ്രദേശം, ഓപ്ഷൻ ഡി മലനാട് തീരപ്രദേശം ഇടനാട്. മലനാട് ഇടനാട് തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ ബാക്ക് വാട്ടറുകൾ, ഓപ്ഷൻ ബി ഹിമാനികൾ, ഓപ്ഷൻ സി മരുഭൂമി കനാലുകൾ, ഓപ്ഷൻ ഡി മഞ്ഞ് തടാകങ്ങൾ. ബാക്ക് വാട്ടറുകൾ. കേരളത്തിലെ കായലുകളുടെയും അഴിമുഖങ്ങളുടെയും സമൃദ്ധി പ്രധാനമായും ഏത് പ്രദേശത്തിന്റെ സവിശേഷതയാണ്? ഓപ്ഷൻ എ മലനാട്, ഓപ്ഷൻ ബി ഇടനാട്, ഓപ്ഷൻ സി താഴ്ന്ന തീരപ്രദേശം, ഓപ്ഷൻ ഡി പാലക്കാട് ചുരം.
തീരപ്രദേശം. താഴെ പറയുന്നതിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കൂടുതലുള്ളത്. ഓപ്ഷൻ ബി, കേരളത്തിന്റെ കിഴക്കൻ അതിർത്തി പ്രധാനമായും പശ്ചിമഘട്ടമാണ്. ഓപ്ഷൻ സി, കേരളത്തിൽ മരുഭൂമി പ്രദേശം വ്യാപകമാണ്. ഓപ്ഷൻ ഡി, കേരളത്തിന് കടൽ തീരമില്ല. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തി പ്രധാനമായും പശ്ചിമഘട്ടമാണ്. താഴെ പറയുന്നതിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ കൂട്ടം ഏത്? ഓപ്ഷൻ എ, ആനമുടി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, വേമ്പനാട് ഏറ്റവും വലിയ കായൽ, പെരിയാറ് ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ ബി, ആനമുടി ഏറ്റവും വലിയ കായൽ, വേമ്പനാട് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പെരിയാർ കിഴക്കോട്ടൊഴുകുന്ന നദി. ഓപ്ഷൻ സി, അഗസ്ത്യമല ഏറ്റവും വലിയ കായൽ, ശാസ്താംകോട്ട ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പമ്പ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ ഡി, മീശപ്പുലിമല ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അഷ്ടമുടി ഏറ്റവും വലിയ കായൽ, ഭാരതപ്പുഴ കിഴക്കോട്ടൊഴുകുന്ന നദി. ആനമുടി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, വേമ്പനാട് ഏറ്റവും വലിയ കായൽ, പെരിയാർ ഏറ്റവും നീളം കൂടിയ നദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.